ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഉണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വിനോട്ടന് തിരുവനന്തപുരം ഓട്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ 5 മണിയായപ്പോൾ വിനോട്ടൻ പോയി. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ചിലവുകൾ കുറയ്ക്കണ ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ തന്നെ ആയിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുക്കിംഗ് കുറവായിരിക്കും. എന്തെങ്കിലും ചെറിയ രീതിയിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പത്തിന് കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്, വെള്ളക്കടലയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കടലക്കറി എങ്ങനെ ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെ, വെള്ളക്കടലയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു കടലക്കറി ഉണ്ടാക്കുമ്പം എന്തായാലും കടലക്കറിയുടെ ബാലൻസ് കുറച്ചുണ്ടാവും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് വെച്ച് ചോറുണ്ണാം. അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനുവേട്ടന് വരുമ്പോഴേക്കും ഇച്ചിരി ചമ്മന്തി അരച്ച് വെച്ചാൽ മതി. ഇന്നലെ ഇച്ചിരി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മാങ്ങ അച്ചാർ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചക്കക്കുരു മാങ്ങയും വെക്കാമെന്ന്. ചക്കക്കുരു കഴിഞ്ഞ ദിവസം ബിനുവേട്ടൻ ഞങ്ങൾ ചക്ക കഴിച്ചില്ല കേട്ടോ ഈ വർഷം. അതുകൊണ്ട് ചക്കക്കുരു കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കടയിൽ പോയി ചക്കക്കുരു വാങ്ങിച്ചു. ഒരിക്കലും വാങ്ങിക്കണതല്ല കേട്ടോ. എന്താ പറയണ, എൻ്റെ ഓർമ്മയെപ്പോലും ഇല്ല. നമ്മുടെയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ചക്കയൊക്കെ ഇങ്ങനെ വെറുതെ പഴുത്ത് ചാടിപ്പോയ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കും ചക്കക്കുരുവൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഇപ്പം ഒന്നരാടം എന്നും ചക്കക്കുരുമാങ്ങ ഉണ്ടാക്കിയ കൊള്ളിയല്ലോ, ഒന്നരാടം മിക്കവാറും ഇപ്പം ചക്കക്കുരുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചക്കക്കുരുമാങ്ങ വെക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തപ്പോൾ മാങ്ങാച്ചാറാണ്. അപ്പോൾ ബിനുവേട്ടൻ്റെ അച്ഛൻ മരിച്ചു പോയ കാരണം പെലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയും മീനൊന്നും കൂട്ടത്തില്ല. അപ്പോൾ ഈ മാങ്ങാച്ചാറാകുമ്പോൾ കുഴപ്പമില്ല, നാരങ്ങാച്ചാർ തന്നെ കൊള്ളിയാലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നാരങ്ങാച്ചാർ ഇരിപ്പുണ്ടെങ്കിലും അത് കഴിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ ചക്കക്കുരുമാങ്ങയും മാങ്ങാച്ചാറും കൂടെ ആകുമ്പോൾ അതൊരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ആ മാങ്ങാച്ചാറും പപ്പടവും കാച്ചിയതും ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ വിനോദൻ്റെ മാങ്ങാച്ചാറും ചമ്മന്തി മാത്രം മതി വിനോദന് ചോറുണ്ണാൻ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ കടല അടുപ്പിൽ വെച്ചു. അതുപോലെ തന്നെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് വാർത്തു. അപ്പമൊക്കെ ഒന്നാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ തുണി തേക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചക്കൂട്ടനാണെങ്കിൽ യൂണിഫോം നിക്കറിടാൻ ഭയങ്കര മടിയാണ്. പാൻറ്റ് വേണം പുള്ളിക്ക്. എവിടെ പോയാലും ഇപ്പോൾ പാൻറ്റേ ഉള്ളൂ. എന്തോ ഒരു നിക്കറാണോ മതി ഇരിക്കണമെന്നറിയാമോ, നല്ല നിക്കറുകളെ. പക്ഷെ അത് ഇനിയിപ്പോൾ അതിൻ്റെ എലാസ്റ്റിക് ഇങ്ങനെ ഡാമേജ് ആവും. അവൻ എന്ത് ചെയ്ത് ഇടിയല്ല. അപ്പോൾ ഇന്ന് യൂണിഫോം നിക്കറ് വേണ്ടാന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസത്തേക്ക് വേണേൽ പാൻറ്റ് ഇട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ടീച്ചറിനെ വിളിച്ച് ഒക്കെ പറഞ്ഞിട്ടാണ് പോയിക്കണം. ഞാനും ടീച്ചറിനെ വിളിച്ച് പറയാൻ പോയില്ല കേട്ടോ. അവനോട് തന്നെ പറഞ്ഞു. കാരണം പിള്ളേരിങ്ങനെ തുടങ്ങിയാലും ഭയങ്കര പാടാണ്. ഭയങ്കര വാശിയാണ് കേട്ടോ. അച്ചുവിന് ഇച്ചിരി വാശി കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇളയതായതുകൊണ്ട് ഒരു ഇച്ചിരി കൊഞ്ചിൽ കൂടി പോയി. അതിൻ്റെ ഒരു ഇതുണ്ട്. കുറേ കരഞ്ഞു. ഇപ്പോൾ ഞാൻ തന്നെ ഉള്ള കാരണം അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കില്ല. ഭയങ്കരമായിട്ട് ഒത്തിരി നേരം കരയിക്കണം ശരിയല്ലല്ലോ പിള്ളേരെ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ ഒന്ന് തേച്ച് വർക്ക് ഇട്ടു. അപ്പോൾ ഇന്ന് തന്നെ ഉള്ളതുകൊണ്ട് ബിനുവേട്ടനാണല്ലോ സാധാരണ രീതിയിൽ പിള്ളേരുടെ യൂണിഫോമും തേച്ച് ബിനുവേട്ടൻ്റെ മുണ്ടൊക്കെ തേക്കണത്. എനിക്ക് കുറേ ദിവസമായിട്ട് അപ്പോൾ ആ ജോലിക്കൊക്കെ പോയി തുടങ്ങിയ സമയത്ത് മുതലേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എന്താ പറയണേ, നമുക്ക് തുണി തേക്കലെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പം അതുകൊണ്ട് തന്നെ തലേന്ന് തേച്ച് വെക്കാനും മറന്നുപോയി കേട്ടോ. നമ്മളെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണെങ്കിലേ നമ്മളങ്ങനെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് മറന്നു പോവും ചെയ്യാനുള്ളതൊക്കെ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പം ചൂടാനുണ്ടായിരുന്നു. അപ്പം ചുട്ടു. അതിനോടൊപ്പം തന്നെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു കാര്യം കൂടെ ചെയ്തല്ലോ, മറന്നുപോയി. അപ്പോൾ കടലക്കറിക്കുള്ള മസാല ഉണ്ടാക്കാൻ ഇടയ്ക്ക് അപ്പം ഉണ്ടാക്കും കേട്ടോ. അതിനിടയ്ക്ക് അച്ചുക്കൂട്ടം അവിടെ നിന്ന് ഓരോരോ കുരുത്തക്കേട് പറയുന്നുണ്ട്. ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും പല്ല് വെളുത്തമ്മേ എന്നൊക്കെ ചോദിക്കട്ടോ. അതൊക്കെ ചോദിക്കണ്ട. അതിനിടയ്ക്ക് ധ്യാനോടിനെ വിളിച്ചെണീപ്പിച്ചു. അങ്ങനെ എല്ലാം കൂടി ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാനില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അടുക്കളയിലെ പണി കുറവുള്ള ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലീനിങ്ങിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അന്ന് മാക്സിമം തുടയ്ക്കാനുള്ളതൊക്കെ തുടച്ചിടും. പിന്നെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് പെരക്കകത്ത് മുഴുവൻ ഇങ്ങനെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡുകളിലെ ബസ്സൊക്കെ അങ്ങ് പോകുമ്പോഴത്തേനും നമ്മളൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കാമെങ്കിൽ നമ്മൾ പൊടിക്കകത്ത് കുളിപ്പിച്ചിട്ട് പോകും.
അതുപോലത്തെ ഒരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം ആഴ്ചയിൽ 2-3 തവണ ഇപ്പോൾ തുടക്കി കേട്ടോ വരാം, ഭയങ്കര പൊടിയായ കാരണം. അത് കഴിഞ്ഞിട്ട് അച്ചുക്കൂട്ടനെ റെഡിയാക്കണ ഭാഗമാണ്. അച്ചുകൂട്ടൻ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകണേ. ഈ പാൻറ്റ് എല്ലാ പിള്ളേരും യൂണിഫോം ഇട്ടുകൊണ്ട് നിക്കറിട്ടുകൊണ്ട് വരും, എൻ്റെ കൊച്ചു മാത്രം ഈ പാൻറ്റ് ഇട്ടുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെയാണ് അവൻ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ധ്യാനൂട്ടൻ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അച്ചുകൂട്ടനെ ഞാനാണ് കുളിപ്പിക്കണേ രാവിലെ. എന്നാ വെച്ചാൽ ഒത്തിരി നേരം വെള്ളം ഇവന്മാർ രണ്ടുപേരും കൂടെ തന്നെ കുളിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കട മുഴുവൻ വെള്ളം കോരി ഒഴിച്ച് പനി പിടിപ്പിക്കും. അപ്പോൾ അതോർത്ത് എന്താ പറയണേ, ഞാൻ അച്ചുകൂട്ടനെ കുളിപ്പിച്ചിട്ട് പിന്നെ ധ്യാൻ തന്നെ കുളിച്ചോളൂ കേട്ടോ. ധ്യാൻ പിന്നെ അറിവായതല്ലേ. അപ്പോൾ അപ്പവും കടലക്കറിയും ആയിട്ടുണ്ട്. ഇന്ന് വെളുത്ത കടലയായിരുന്നു അച്ചുകൂട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം അമ്മ അപ്പവും കടലക്കറിയും തന്നെ മതി കേട്ടോ, എനിക്ക് രാവിലെ ഒരപ്പം മതി, പക്ഷെ വൈകുന്നേരം 2 അപ്പം വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ചുകൂട്ടൻ പോയേക്കണേ. വെള്ളക്കടല ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. ഞാനൊക്കെ വെള്ളക്കടലയായിരുന്നു കൊള്ളിയിലായിരിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങാപ്പാലൊഴിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ മക്കളവിടെ റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയം കൂടി ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വയ്ക്കുകയാണ്. സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചുമോളെ ഇളയ്ക്ക് ഒരു ഹായ് പറയണമെന്ന്. ഇളക്കുട്ടി ഹായ് കേട്ടോ. അതെ, കുറച്ച് ദിവസം മുമ്പുള്ളൊരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ ഹായ് പറയാൻ ഇച്ചിരി താമസിച്ചു പോയി, ക്ഷമിക്കണം കേട്ടോ. എന്താ പറയണേ, നമ്മൾ വിട്ടുപോയതാണ് ഇത് തിരക്കിനിടയ്ക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ മനസ്സിലെന്തോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പം ആണ് ഇതെടുത്ത് വെച്ചേക്കണം കണ്ടത് കേട്ടോ. അപ്പോൾ താമസിച്ചു പോയതിന് ഇളക്കുട്ടി ആൻറ്റിയോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ ചായ കുടിച്ചപ്പോൾ ഞാനും ചായ കുടിച്ചായിരുന്നു. അപ്പോൾ അച്ചുക്കൂട്ടൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ വിട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റടിയാണ്. മുറ്റടിക്കുന്നതിന് മുമ്പ് ഭയങ്കര പൊടി കാരണം മുഴുവനൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ റോഡിലേക്കൊന്ന് ഇറങ്ങാനും കൂടെ മേല പതിയെ ഇങ്ങനെ തോണ്ടി ഇപ്പോൾ മുറ്റടിക്കണേ. നന്നായിട്ടൊന്നും അടിക്കാൻ ഇല മാത്രം ഇങ്ങനെ കിള്ളിയാണ് അടിക്കണേ, കാരണം അതുപോലെ പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറിയിടുന്ന ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ബെഡ്ഷീറ്റ് കിടക്കണമൊക്കെ മാറ്റി, ഈ റൂമിൽ ഇന്ന് മാറ്റിയിട്ടു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഷീറ്റും മാറ്റിയിട്ടു കേട്ടോ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്താ പണിയെന്ന് എല്ലാവരും ചോദിക്കും. എന്താ പണിയില്ല, നിലത്തിരിക്കുന്ന സമയമാണെന്ന് മാത്രം. കാര്യം ചെറിയ പണികളാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് തീർന്ന് വരുമ്പോഴത്തേക്കും ഒരു ഇന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ട് വീട് ഫുള്ളായിട്ട് ഒന്ന് അടിച്ച് വാരി. ഇപ്പോൾ നടയൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടു. അച്ചുകൂടിൻ്റെ ചെറുപ്പാണ് കേട്ടോ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചമ്മന്തി അരയ്ക്കുവാണ് കേട്ടോ. ഇപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. തേങ്ങയും ചുമന്നുള്ളിയും അല്ല കേട്ടോ, ചുമന്നുള്ളിയും വറ്റൽമുളകും കൂടെ ചുട്ടരയ്ക്കും. ബാക്കിയുള്ളതെല്ലാം തേങ്ങയെല്ലാം പച്ചയ്ക്ക്, പിന്നെ ഇച്ചിരി വാളംപുളി, ഉപ്പ്, ഇത്ര ഉള്ളൂ എൻ്റെ കൂട്ടെന്ന് പറയാനായിട്ട്. അതൊന്ന് അരച്ചെടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലിലരയ്ക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ നമ്മൾ കല്ലിലരയ്ക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ സ്ഥിരം ചമ്മന്തിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചമ്മന്തി ഇതാണ് കേട്ടോ. ബിനുവേട്ടനാണെങ്കിലും കുഞ്ഞിലെ മുതലിങ്ങനെ ചോറിനൊക്കെ ഇതായിരുന്നു സ്ഥിരം കറി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മനസ്സിലുള്ളതുകൊണ്ട് ബിനുവേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ചമ്മന്തി കല്ലിലൊക്കെ അരയ്ക്കണം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇന്ദിര ടീച്ചറാണെന്ന് തോന്നുന്നു, എല്ലാ ദിവസവും എന്നും കറി ഉണ്ടാക്കണം, എല്ലാം കല്ലിലരച്ചാൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാ പറയണേ, ഈ അരകല്ലിൻ്റെ മുകളിലായിരിക്കും എല്ലാവിധ സാധനങ്ങളും കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നീക്കിയിട്ട് പിന്നെ അത് വീഡിയോ പിടിക്കലെന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ കല്ലിലരയ്ക്കൽ നിർത്തിയത്. എന്താ പറയുക, പാലും കുപ്പി എന്നാ പറയണേ എല്ലാ സാധനങ്ങളും അച്ചുക്കൂട്ടം കുറേ സാധനങ്ങൾ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ടാവും. അരകല്ലിൻ്റെ മുകളിലാണ് എല്ലാവരുടെയും വെക്കുന്നത്. അപ്പോൾ അതായിരുന്നു. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കല്ലോ, ഇപ്പം ഇതെല്ലാം മാറ്റിയിട്ട് അരയ്ക്കാനൊക്കെ സമയമുണ്ട് താനും. പിന്നെ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. നന്നായിട്ട് മനസ്സ് നന്നായിട്ടൊക്കെ എന്നാ പറയണേ, ചില ദിവസം നല്ല എനർജി എന്ന് പറയില്ലേ, ചില ദിവസം നമുക്ക് വീട്ടിൽ പണികളൊക്കെ ചെയ്യാൻ നല്ല മൂടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അരയ്ക്കും. പിന്നെ ചമ്മന്തിയൊക്കെ മാക്സിമം കല്ലിൽ അരച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. കല്ലിൽ അരയ്ക്കാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തി അങ്ങനെ അരഞ്ഞ് ലാസ്റ്റേ നമ്മൾ പുളി ഇട്ട് അരയ്ക്കാവുള്ളൂ കേട്ടോ. ചമ്മന്തി അരയ്ക്കുമ്പോഴേ നമ്മൾ തേങ്ങയുടെ ഇടയ്ക്ക് കൊണ്ട് പുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള തേങ്ങ അരയല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. പണ്ടൊക്കെ എനിക്കിട്ട് പണി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു കേട്ടോ, നമുക്കിട്ടൊരു ഭാര വന്നതാണ്. അതൊന്നും പറയാണ്ടിരിക്കാൻ വേദം. നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തെ അങ്ങനെ ഒരുപാട് ജോലികളൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുക, തോരൻ വയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അറിയാം. പക്ഷേ എടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. വേറൊരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം അങ്ങ് എടുത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ വരുള്ളൂ. പിന്നെ ഇറച്ചിയും മീനൊന്നും വെക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പണി അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമുക്കിട്ട് എപ്പോഴും പണി തരുന്ന ആൾക്കാരായിരുന്നു.
എങ്ങനെയൊക്കെ നമുക്കിട്ട് പാര പണിയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റിനുള്ളത് കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു പുളി നടുക്ക് വെച്ചരയ്ക്കണം, നടുക്ക് വെച്ചരക്കണേന് ആ ചമ്മന്തി അറിഞ്ഞില്ല എന്ന് മറ്റുള്ളവർ പറയിപ്പിക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടം പോലെ പണി എനിക്ക് കിട്ടിയത് ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഇപ്പം അതൊക്കെ നമുക്ക് തന്നെ അറിയണേ പോയി പണി നോക്കുന്നുള്ള രീതിയിലായി. പക്ഷെ അന്നൊക്കെ ഇരുന്ന് കരയാൻ മാത്രമേ അറിയാറുന്നുള്ളൂ കേട്ടോ. അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇത്രയും എങ്കിലും പ്രതികരിക്കാനെങ്കിലും ആയത് കേട്ടോ. സത്യം അതുപോലെ അനുഭവിച്ചു ഒരു 10-13 വർഷം. നമ്മളെ പലപ്പോഴും പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. ഞാനത് പ്രതികരിക്കുകയില്ലായിരുന്നു. പക്ഷെ അത് എന്താ പറയണേ, മറ്റു ചുറ്റുമുള്ള ആൾക്കാരെന്താ ചെയ്യുക, നമ്മൾ ക്ഷമിച്ചു കൊടുക്കണത് എന്താ, നമ്മൾ ഈ കേട്ടങ്ങനെ 2 കൈയും കൂടെ കൂട്ടിയടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ള പാടല്ലേ നമ്മൾ പഠിച്ചേക്കണേ. പക്ഷെ അത് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പം മറ്റുള്ളവരതെന്താ മനസ്സിലാക്കണമെന്നറിയാമോ, നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകേടായിട്ട് അവരത് മനസ്സിലാക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം കേട്ടോ, സത്യമായിട്ടും. കാരണം ഞാൻ പ്രതികരിക്കാണ്ടിരുന്നപ്പോൾ എനിക്ക് കഴിവില്ലാത്തവളെന്നുള്ള പേര് സ്ഥിരം കേട്ട ഒരു വ്യക്തിയാണ്. പ്രതികരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കേട്ട പേരെന്നറിയാം, അവള് ഭയങ്കരിയാന്ന്. പിന്നെ ഞാൻ ഓർത്തു, എന്തായാലും പാവമായിട്ടുള്ള ആൾക്കാരെ ആരെയും ഞാൻ എൻ്റെ ചുറ്റുപാട് ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അവരുടെ കൂട്ടിയെന്നല്ല വിചാരിക്കണ്ടേ. ഭയങ്കരി എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കരി എന്നുള്ള പേരാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അടുത്തേക്ക് ഒന്ന് പ്രതികരിക്കാൻ ആരും മടിക്കും. പക്ഷേ നമ്മൾ ഒരു പാവ എന്നുള്ളൊരു ലേവൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അല്ല എങ്കിൽ നമ്മുടെ തല കയറി ചെവി തിന്നാനുള്ളവരായിരിക്കും ചുറ്റും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാനിപ്പം എന്താടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ എന്ന് ചോദിക്കാൻ ഇപ്പം എനിക്ക് ധൈര്യമുണ്ട് കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇരുന്ന് കരയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാ എന്നാ പറയണേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴത്തേക്കും കരച്ചിലായിരുന്നു മുമ്പിലേക്ക് തന്നെ. പക്ഷേ ഇപ്പം അങ്ങനെ കരഞ്ഞ് കുറേയൊക്കെ മാറി. കുറേ കരഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. എന്നാലും ചില സമയത്ത് തളർന്നു പോകും കേട്ടോ. നമ്മൾ ബേസിക്കലി ഇതാണെങ്കിലും മാക്സിമം നമ്മൾ ബോൾഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ബോൾഡാവാൻ ശ്രമിക്കണം എന്നല്ല, നേരത്തെ കാലമൊക്കെ ഒരുപാട് മാറ്റമായി. കാരണം അനുഭവമാണ് നമ്മളങ്ങനെ ആക്കിയത്. അപ്പോൾ അടുക്കളയുടെ ആ ഭാഗമൊക്കെ ഇങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പം ഇപ്പുറത്തെ വശത്തും കൂടെ ഒന്ന് പൊടി തട്ടിയിടണം. ഈ അടുപ്പിച്ച് തീ പിടിപ്പിക്കണതിനെ പാത്രമൊക്കെ ഇങ്ങനെ പൊടി ചാരം പറന്ന് നാശമായിരിക്കുവേ. ഇവിടെ വെക്കണ പാത്രങ്ങളല്ലാതെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാലും ഇന്നിപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇന്നിപ്പം ബിനുവേട്ടൻ താമസിച്ച് വന്നാലും വൈകിട്ട് കഞ്ഞി വെച്ചാൽ മതി. ബിനുവേട്ടന് പഴഞ്ചോറൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇക്കാലയുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രം ചോറും അങ്ങ് തീർന്നിട്ട് ഞാനും മക്കളും ആയിരിക്കും മിക്കവാറും ബാക്കി വേണ്ട ചോറൊക്കെ ഇപ്പോൾ കഴിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ കഞ്ഞി വെക്കാത്തത്. ഇനി വൈകുന്നേരം കഞ്ഞി വെക്കണം. അപ്പോൾ ഇവിടെയും ക്ലീൻ ചെയ്തു, അത്രയുടെ ക്ലീൻ ആക്കി കേട്ടോ. ഇവിടെയും ക്ലീൻ ആക്കി. ഇതൊന്നും എടുക്കാത്തതൊക്കെ എന്നും കാണിക്കണമല്ലേ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് പെര തുടയ്ക്കാനായിട്ട് ലോഷൻ ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ഇത് കംഫർട്ട് പോലെ തന്നൊരു സംഭവമാണ് കേട്ടോ. ഈ സേവനക്കാർ ഇതിലൊക്കെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അന്നേരം വാങ്ങിയതാണ്. കംഫർട്ടിൻ്റെ അതേ ഗുണം കിട്ടണം മണം ഉള്ള ഒരു സംഭവം തുണിക്ക് മുക്കാനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇച്ചിരി എടുത്ത് ഒഴിക്കും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടും. പിന്നെ ഒരു നുള്ള് സോപ്പ് പൊടിയില്ലേ അതും കൂടെ ചേർക്കൂട്ടോ. എന്നിട്ടാണ് പെര തുടയ്ക്കണ ലോഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ നന്നായിട്ട് പെരയ്ക്കകത്ത് നല്ലൊരു മണം കിട്ടും. പിന്നെ എന്താ പറയുക, ഉപ്പിട്ട് പെര തുടച്ച നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമായിട്ട് കരുതണ്ട, ഇങ്ങനെ കേട്ടറിവ് ഞാനൊന്ന് പറഞ്ഞതേ. ഞാൻ എൻ്റെ മുകളിൽ പൊങ്കാലിടാൻ വന്നത് കേട്ടോ. അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാനങ്ങനെ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് എനർജിയുടെ എന്നാണോ പെര തുടച്ച് എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലേ. അപ്പോൾ അങ്ങനെ വീട് ഫുള്ളായിട്ട് ഒന്ന് തുടച്ച് പെറുക്കിയിട്ടു. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുന്നാനിരിക്കണം. തുന്നാൻ കുറച്ചുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്